ഇപ്പൊ അത് പെട്ടെന്ന് കേട്ടപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇതായി. ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് ബ്രോ നോക്കിക്കോ ഞാൻ സാധനം അയച്ചിരുന്നു നോക്കാൻ. പിന്നെ നോക്കുമ്പോ പിന്നെ എന്തോ പൊതുശല്യം. എല്ലാരും വീഡിയോ ഫുള്ള് ടാർഗറ്റ് ചെയ്ത് തന്നെ. നമ്മുടെ നാട്ടിൽ വന്നപ്പോ കുറച്ച് വിഷമമായി. കാരണം അങ്ങനെ ഞങ്ങൾ അങ്ങനെ അല്ലായിരുന്നു. ഇതാണ് അവിടെ നടന്നിട്ടുള്ളൂ. ഇവര് കുറെ പേര് തെറ്റിദ്ധരിച്ചെന്ന് വെച്ചാൽ അത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. വിഷ്വലി കാണുന്നത് നമ്മൾ മറ്റൊരു സ്ഥലത്ത് പാടുന്നു എന്നാണ്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ മാറിക്കാൻ സ്പേസ് ഉണ്ട്. ഈ മെട്രോയിലും ട്രെയിനിലും ബസ്സിലൊക്കെ പാടുമ്പോൾ അതോറിറ്റീസിന്റെ ഒരു ഇത് പെർമിഷൻ വേണമല്ലോ, അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നമുക്ക് ഇഷ്ടമൊക്കെയാണ്, ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷെ അവിടെ എത്തിയപ്പോ ആള് തന്ന സപ്പോർട്ടും അതൊരു സത്യം ഞങ്ങൾ ഈ ലൈവില് കാണുന്ന പോലെ ഇല്ല. അത് എടുത്തു പറയുന്ന മിക്കവരാണെങ്കിലും നല്ല ക്യാരക്ടറാണ്, നല്ല സ്നേഹമാണ് അവരെല്ലാവർക്കും. ഞാൻ ഇത് തിരിച്ചെന്തേലും പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു സംസാരം. കാരണം എനിക്കിത് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു നെഗാണ് കിട്ടിയത്. എപ്പോഴെങ്കിലും ഇതിനെ യൂസ് ചെയ്താലോ എന്ന് ചിന്തിച്ചോ? ഇതും വെച്ചിട്ട് ഈ സിംഗേഴ്സ് തന്നെ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. സോങ് പാടുമ്പോ ഒരാളുടെ മുഖത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ആ സോങ് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ്, അവർക്ക് പെർഫോം ചെയ്യുമ്പോ എല്ലാരും നമ്മൾ നോക്കും, എല്ലാരും പാട്ട് ആസ്വദിക്കും. പക്ഷെ നമുക്ക് അതാണ് കൂടുതൽ കോൺഫിഡൻസ് തന്നെ ഒരു സംഭവം. ഒരു ചെറിയ കാര്യം പറയട്ടെ, ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിന്റെ പവർ. ഹായ്, ഹലോ, നമസ്കാരം. വല്ലഭന് പുല്ലുമായതുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു കലയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ആവുന്നതെന്നല്ലേ. അങ്ങനെ തങ്ങളുടെ കയ്യിലുള്ള കല ആയുധമാക്കി ഒന്ന് വൈറലായി, പിന്നെ ഒരു വിവാദമായി. അങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. മൂന്നുപേർക്കും നമസ്കാരം. നിതീഷ് ഇങ്ങനെ പേടിച്ചിരിക്കാൻ എനിക്കറിയാം, നന്നായിട്ട് നല്ല രീതിക്ക്. അപ്പം നമ്മുടെ സ്ഥിരം ഡയലോഗ് ഇട്ട് തുടങ്ങാം. അപ്പൊ നിതീഷേ, ഇന്നെന്താ പരിപാടി? നമ്മളിന്ന് ഇവിടെ കത്തിക്കും. അങ്ങനെയാണ്, ആയുധങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ. നമുക്ക് ഏറുന്ന് തന്നെ തുടങ്ങാം. ഏറുന്ന് താഴെ ഇറങ്ങിയോ? ഇപ്പൊ ഇറങ്ങി, ഇപ്പൊ എല്ലാം കൂടാ. കഴിഞ്ഞിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്തിക്കാം. എന്തായിരുന്നു ശരിക്കും സംഭവം? എന്തായിരുന്നു ശരിക്കും സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്റെ അക്കൗണ്ടിൽ ഞാൻ കണ്ടന്റ് പോയിരുന്നു. അപ്പൊ ഞങ്ങള് പുതിയൊരു ബാൻഡ് പബ്ലിഷ് ചെയ്യുന്ന ടൈമിലായിരുന്നേ. അപ്പൊ എന്താ പറയാ, എന്തായാലും പുതിയൊരു ബാൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണല്ലോ. അപ്പൊ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തൊരു പരിപാടിയായിരുന്നു ശരിക്കും. അപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്തു, ഓക്കെ മെട്രോയില് നമുക്ക് പാടാന്നുള്ള രീതിയിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി പാടി ഒരാഴ്ച ഒന്നും വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് പെട്ടെന്ന് ട്രോളാൻ തുടങ്ങി. ഒരു സൈഡ് ഒരു പൊതുശല്യം എന്നുള്ള ഒരു രീതി, അതെ, അങ്ങനെ ഒരു വേടൊക്കെ നിങ്ങൾ കാരണം അപ്പൊ ഇപ്പൊ അത് പെട്ടെന്ന് കേട്ടപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇതായി. കാരണം ഞങ്ങൾ 3 പേര് സ്ട്രീറ്റ് ബസ്കേഴ്സാ. ഞങ്ങൾ 5 പേരുണ്ട്, ഇപ്പൊ 3 പേരുള്ള. അതാണ് ഞങ്ങളുടെ ബാൻഡിന്റെ ഒരു പർദേശി 5 എന്നാണ് ഞങ്ങളുടെ ബാൻഡിന്റെ പേര്. അതിനെ ലോഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കയറിയതാണ്. അപ്പൊ എന്താ പറയാ, ഞങ്ങൾ സ്ട്രീറ്റ് ബസ്കേഴ്സ് ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പേര് പെട്ടെന്ന് വരുന്ന എനിക്ക് പേഴ്സണലി ഭയങ്കര ഇങ്ങനെ ഒരു നെയിം കിട്ടാനുള്ള ഒരു കാരണം എന്നുള്ളൊരു രീതിയായി. അപ്പോ ജെഫിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ജെഫി നമ്മള് കുറച്ച് പ്രശ്നമായിട്ടുണ്ട്, കാര്യം നമ്മള് നോക്കുന്നേ ഇല്ല. ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് ബ്രോ നോക്കിക്കോ ഞാൻ സാധനം അയച്ചിരുന്നു നോക്കാൻ. പിന്നെ നോക്കുമ്പോ പിന്നെ എന്തോ പൊതുശല്യം. അതെ, പിന്നെ കൂട്ടുകാരൊക്കെ നമ്മളെ അറിയാവുന്നവന്മാരെല്ലാം ഉണ്ടല്ലോ, ഫ്രണ്ട്സ് തമ്മില് പൊതുശല്യം. ഇവനെ എനിക്കറിയാം. സാറ്റലൈറ്റ് ചാനലൊക്കെ വലിയ വാർത്തയായിരുന്നു. അത് ഞാൻ ജെഫിനെ വിളിച്ചിട്ട് പറഞ്ഞു. പിന്നെ വേറെ ഒത്തുണ്ട്, ജെറി എന്ന് പറഞ്ഞൊരുത്തനോട് ഉണ്ട്, അവൻ പിന്നെ രാഹുൽ എന്ന് പറഞ്ഞൊരുത്തനോട് ഉണ്ട്.
അപ്പൊ ഞാൻ ജെറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ജെറി വേറെ ഒന്നും നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് എയറിൽ കയറിയിട്ടുണ്ട്, വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നല്ലല്ലേ? നല്ലതായിരുന്നു, പക്ഷെ ആ ടൈമിൽ അത്ര നല്ലതല്ല. അതാണ് കാരണം നമ്മള് വീഡിയോ പോസ്റ്റ് ചെയ്തു, പെട്ടെന്ന് ഇത്രയും ദിവസം ഒരു ഗ്യാപ്പ്, ഒരു കുഴപ്പമൊന്നുമില്ല, വീഡിയോക്ക് റീച്ച് കയറുന്നുണ്ട്. ഇച്ചിരി അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഈ റീല് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ട്രോള് AI പൊതുശല്യമൊക്കെ നമ്മളെ നാട്ടിലൊക്കെ അതാണ് പറയുമ്പോഴേക്കും നമ്മ നാട്ടിലെന്ന് പറഞ്ഞപ്പോ നമുക്ക് കുറച്ച് വിഷമമായി. കാരണം അങ്ങനെ ഞങ്ങൾ അങ്ങനെ അല്ലായിരുന്നു. കാരണം ഞങ്ങൾ 5 പേരും സ്ട്രീറ്റ് ബസ്കേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കണ്ടുമുട്ടി പരിചയപ്പെട്ട ആൾക്കാരെല്ലാരും ഇവിടെ വന്നിട്ടുള്ള പരിചയ. ഞങ്ങൾ മ്യൂസിക്കിലൂടെയാണ് ഞങ്ങൾ എല്ലാരും കണക്ട് ആയി. ഞങ്ങൾ 5 പേരും 5 ജില്ലക്കാരാ. അപ്പൊ പെട്ടെന്ന് നമ്മളെ ആൾക്കാർക്ക് ഹാപ്പിനെസ് കൊടുക്കുന്ന നമ്മുടെ ഒരു മ്യൂസിക് വഴി അതായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരു ഹരം എന്ന് പറഞ്ഞാൽ. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു ടോക്ക് പെട്ടെന്ന് കേട്ടാൽ നമുക്കൊരു ബാഡ് ഉണ്ടാവുമല്ലോ, ഇതെന്ത് ഇങ്ങനെ വരാനായിട്ടുള്ള ഒരു കാരണം എന്നുള്ളൊരു സംഭവം. കാരണം അതിനാണ് എക്സ്പീരിയൻസ് ചെയ്യണത് നമ്മള്, നമുക്ക് അറിയില്ല, അങ്ങനെ വന്നിട്ടില്ല. ഇപ്പൊ ഞാനാണെങ്കിൽ ബസ്സിൽ പാടാനൊക്കെ പോവാറുണ്ട്, ബസ് സ്റ്റാൻഡിൽ പാടാൻ പോകാറുണ്ട്, എല്ലായിടത്തും ഞാൻ പാടാൻ പോണ ഒരാളാ. അപ്പൊ അങ്ങനെ പാടാൻ പറ്റിയെങ്കിൽ ഇതുവരെയായിട്ട് അങ്ങനത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല ഒരാളുടെ ഭാഗത്തുനിന്നും. അപ്പൊ പെട്ടെന്ന് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ കിട്ടിയപ്പോ പിന്നെ എല്ലാവരിലേക്ക് എത്താൻ തുടങ്ങി. പിന്നെ എല്ലാവരും ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തോണ്ടിരിക്കുക. പിന്നെ ഇവന്മാരെല്ലാരും വിളിച്ചു തുടങ്ങി എന്താണ് പ്രശ്നം അങ്ങനെ ചോദിച്ചിട്ട്. കാരണം എല്ലാരും വീഡിയോ ഫുള്ള് ടാർഗറ്റ് ചെയ്ത് തന്നെ. കാരണം അവർക്കറിയില്ല ഇങ്ങനെ ഒരു ലോഞ്ചിങ്ങിനായിരുന്നു ഞങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഫുള്ള് ടാർഗറ്റ് എനിക്ക് കിട്ടിയ പോലെ ലാസ്റ്റ്. അപ്പൊ ഞാൻ അവരടുത്ത് വിളിച്ച് പറഞ്ഞിട്ടാ സീനില്ല, പക്ഷെ ന്യൂസിലും കാര്യങ്ങളൊക്കെ വന്നപ്പോ അപ്പൊ ഇത് ഒഫീഷ്യലി നിങ്ങൾക്ക് ഭയങ്കര ബ്രാൻഡിങ് ആയി. ഫസ്റ്റ് വീഡിയോ തന്നെ, ബാൻഡിന്റെ ഫസ്റ്റ് വീഡിയോ ഇങ്ങനെ ഫസ്റ്റ് ദിവസം ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലല്ലോ, പെട്ടെന്ന് ഒരു ഇതുപോലെ സംഭവം അറിയില്ലല്ലോ, പെട്ടെന്നൊരു ഇത് വന്നപ്പോ നിയമ സൈഡിൽ നിന്ന് ആരെങ്കിലും വിളിക്കോ, പോലീസൊന്നോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഇഷ്യൂസ്. കാരണം ഒരു കാര്യം, ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പൊ ഈ മെട്രോയിൽ ചെയ്താണെങ്കിലും, പിന്നെ ഇപ്പൊ നിതീഷ് കുറെ മുമ്പ് പറഞ്ഞില്ലേ ബസ്സിൽ പാടിയിട്ടുണ്ട്, ട്രെയിനിൽ പാടി, ഈ സാധനമൊക്കെ ആക്ച്വലി കണ്ടന്റ് എടുക്കാൻ വേണ്ടി ഒരു 3-4 മിനിറ്റ് 5 മിനിറ്റ് നമ്മൾ പോവും, ഒരു പാട്ട് പാടും, ആൾക്കാർ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള അടുത്തോട്ട് വരും, നമ്മൾ പാടും, ഒരു വീഡിയോ എടുക്കും, പോവും. ഇതാണ് അവിടെ നടന്നിട്ടുള്ളൂ. ഇവര് കുറെ പേര് തെറ്റിദ്ധരിച്ചെന്ന് വെച്ചാൽ അത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. വിഷ്വലി കാണുന്നത് നമ്മൾ എന്നിട്ടൊരു സ്ഥലത്ത് പാടുന്നു എന്നാണ്. അപ്പൊ അവര് നോക്കുമ്പോ എന്താ ഇവരും മെട്രോ കയറി പാടുന്നതാണ്. നമ്മൾ ആകെപ്പാടെ നമ്മൾ ഈ ടൈം ശ്രദ്ധിക്കണം. നമ്മൾ ഒരിക്കലും കുറെ കമന്റ്സ് ഞങ്ങളുണ്ട്, ജോലി കഴിഞ്ഞ് പോണവർക്ക് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ മെട്രോ ക്ലോസ് ചെയ്യണ രാത്രി 10 മണി ആ സമയത്ത് നമ്മൾ കയറിയത്. നമ്മൾ കയറുമ്പോൾ കുറച്ച് പേര് ബോഗിലുണ്ടായിരുന്നുള്ളൂ. നമ്മൾ അവരോട് ചോദിച്ച് ഞങ്ങൾ പാടി. അപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അപ്പുറത്തെ ബോഗിലുള്ള ആൾക്കാർ പാട്ട് കേൾക്കാൻ അടുത്തോട്ട് വന്ന് കേട്ടു പോയി. സോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തരം മാറിക്കാൻ സ്പേസ് ഉണ്ട്. ബട്ട് ഒരിക്കലും അത് നമ്മൾ ന്യായീകരിക്കണതല്ല. പക്ഷെ അതൊരു വലിയ തെറ്റിദ്ധാരണ ആൾക്കാർ വെച്ചിട്ട് നമ്മൾ എപ്പോഴും ഇത് തന്നെ പബ്ലിക്കിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെ പാടിക്കൊണ്ട് ഇങ്ങനെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണം എന്ന് വിചാരിക്കണം. സോ അതൊരു വലിയ തെറ്റിദ്ധാരണ വന്നുകൊണ്ടാണ് കുറെ പേര് അങ്ങനത്തെ വീഡിയോയ്ക്ക് മുന്നേ തന്നെ നമ്മൾ അവരോട് പെർമിഷൻ ചോദിച്ചു. അതായത് നമ്മൾ ഇതുപോലെ കണ്ടന്റിന് വേണ്ടിയാണ് എടുക്കുന്നത്. അവിടെ ഇരിക്കുന്നവരോട് നമ്മൾ ഓൾറെഡി ചോദിച്ചു, നമ്മൾ ഇതുപോലെ കണ്ടന്റിന് വേണ്ടി നമ്മുടെ ബാൻഡാണ്. അപ്പം അവര് ഓക്കെ, അപ്പൊ അവരും എൻജോയ് ചെയ്തു. അപ്പൊ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റിലുണ്ട്, കാരണം ഫുള്ള് കാണാത്തവരായിരിക്കും വന്ന് സെൽഫി എടുക്കുന്നവരുണ്ട്, അടിപൊളിയാന്ന് പറയുന്നവരുണ്ട്, കൊച്ചു പിള്ളേർ പോലത്തെ പാട്ട് കേട്ട് ഡാൻസ് കളിക്കുന്ന വീഡിയോ. അപ്പൊ അങ്ങനെ നമ്മൾ നല്ലതെന്ന് തോന്നുന്നില്ല, നമ്മൾ ക്യാച്ച് ചെയ്ത് ബാക്കി വീഡിയോയുടെ ലാസ്റ്റിലത്തേക്ക് നമ്മൾ ഇടും. ഇങ്ങനൊരു സാഹസം ചെയ്യാന്നുള്ള ഫസ്റ്റ് ഐഡിയ എവിടുന്ന കിട്ടിയത്? അല്ല, അവന്റെ കണ്ടന്റ് അത് തന്നെയാണ്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം, കാരണം നമ്മൾ ഇങ്ങനത്തെ ഒരു ബാൻഡ് എവിടെയും നമ്മൾ കേട്ടിട്ടില്ല. ഞങ്ങൾ 5 പേര് ഗിറ്റാറും 5 പേര് വോക്കൽ, അങ്ങനത്തെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വഴി ഞങ്ങൾ ഇവന്റെ അടുത്ത് ഞാൻ പറയണേ. ഞാൻ ജെഫിനെ വിളിച്ചിട്ട് ആദ്യം പറഞ്ഞു, ജെഫി എനിക്ക് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുന്നുണ്ട്, നമുക്ക് എന്തായാലും എല്ലാവരും സ്ട്രീറ്റിൽ പാടുന്നതാണല്ലോ, അപ്പൊ 4-5 പേര് എന്തായാലും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ജെഫിനെ വിളിച്ച് പറഞ്ഞു. ജെഫിന് ഒരു ഐഡിയ, എല്ലാ ബാൻഡിലും നമുക്കിപ്പോ ഗിറ്റാർ ഉണ്ട്, എല്ലാ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ചില ഗിറ്റാർ ഇപ്പൊ ഇതുപോലെ 5 പേരാണെങ്കിലും അവർക്ക് ബാക്കപ്പ് ആയിട്ട് റിതം ഒരാൾ കാണും, കഹോൺ, അങ്ങനെ ഡ്രംസ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് കാണും. അപ്പൊ ഇവൻ കോൺസെപ്റ്റ് വന്നപ്പോഴത്തേക്ക് 5 പേര് വോക്കൽ പ്ലസ് ഗിറ്റാറിസ്റ്റ്. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഓരോന്ന് നമുക്ക് ചേഞ്ച് ചെയ്ത് പാടാനായിട്ടുള്ള നമ്മൾ തന്നെ കണ്ടെത്തണം എന്നുള്ള രീതിയിൽ ആ ഒരു കോൺസെപ്റ്റ് ആയാലും കൊണ്ട് നമ്മളുടെ ഓക്കെയാണ്. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തും നമ്മളിങ്ങനെ ഓരോരുത്തരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ പറക്കി എടുത്തിടാൻ നമ്മൾ 5 പേര് സെറ്റ് ചെയ്ത് ആദ്യം തന്നെ കോർഡിനേറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നെയിം ഞങ്ങൾ ചെയ്തത്. കാരണം ഞങ്ങൾ ആദ്യം ഈ മെട്രോയിൽ കയറുന്നതിന് മുമ്പ് ആദ്യം ഞങ്ങൾ വിചാരിച്ച ബ്രോഡ്വേ ചെയ്യാൻ. അവിടെ ഒന്ന് ചെന്നപ്പോ ഭയങ്കര തിരക്കും, വണ്ടിയുടെ റഷ് ഗിറ്റാർ എടുക്കുവോ അല്ലെങ്കിൽ ഒരു വരി മൂളോ ചെയ്ത് കഴിഞ്ഞാൽ ആ റോഡ് മൊത്തത്തിൽ ബ്ലോക്ക് ആവും. കാരണം ഒരാളെ തട്ടിയാണ് ആൾക്കാർ നടക്കുന്നത്. വീക്കെൻഡ് കൂടാണ്. അപ്പൊ പിന്നെ എന്നാ പറഞ്ഞു, എന്തായാലും ഇറങ്ങിയില്ല, എന്നാൽ നമുക്കൊരു 5 മെട്രോയിൽ നോക്കിയിട്ട് തിരക്കില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഉള്ള ഇത് വെച്ചിട്ട് നമ്മൾ എടുത്ത് കണ്ടന്റ് എടുക്കുക പോവാന്നുള്ള മൈൻഡിലാണ് എടുത്തത്.
പോസ്റ്റ് ചെയ്തു. ഈ മെട്രോയിലും ട്രെയിനിലും ബസ്സിലൊക്കെ പാടുമ്പോൾ അതോറിറ്റീസിന്റെ ഒരു ഇത് പെർമിഷൻ വേണമല്ലോ, അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു? അത് അങ്ങനെ ഞാൻ പെർമിഷൻ എടുത്തിട്ടില്ല. ഞാൻ ഒന്നാമത് വാട്ടർ മെട്രോയിൽ ആദ്യം ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് ഞാൻ മെട്രോയിൽ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാട്ടർ മെട്രോയിൽ പാടിയപ്പോ ഇപ്പൊ അവിടുത്തെ ആൾക്കാരാണെങ്കിൽ നമുക്ക് ഭയങ്കര സപ്പോർട്ടിങ് ഒക്കെ ആയിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ കയറുന്നത്. നമുക്കറിയില്ല. പിന്നെ ഇപ്പൊ ബസ്സിൽ പാടി എന്ന് പറയാനായിട്ട് ഒന്നാമത്തെ കാര്യം, ഞാൻ ഇവിടെ പാടാൻ പോണെങ്കിലും അവിടുത്തെ ഓഡിയൻസിന്റെ അടുത്ത് പെർമിഷൻ ചോദിക്കാറുണ്ട്. കാരണം നിങ്ങൾക്ക് ഇറിറ്റേഷൻ ആവോ, ഞങ്ങൾ സോങ് പാടുന്നുണ്ട്, അപ്പൊ എല്ലാവരും പാട്, കാരണം അവർക്ക് എൻജോയ്മെന്റ് ചെയ്യുന്ന ആൾക്കാരുകളുണ്ട്. പക്ഷെ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ആൾക്കാരുകൾക്ക് അവിടെ ഉള്ളവരല്ല ഇത് പറയണത്. അപ്പോൾ പെട്ടെന്ന് അങ്ങനത്തെ ഒരു റിയാക്ഷൻ കിട്ടിയപ്പോൾ എനിക്കൊരു ഇതായി. അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാവരും ഒന്ന് ചോദിച്ചു തുടങ്ങി എന്താണ് സംഭവം, അല്ലെങ്കിൽ എന്താണ് ഇഷ്യൂ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ തന്നെ ഒരു വീഡിയോ എന്തായാലും ഇടാം, എല്ലാവർക്കും അത് ക്ലിയർ ചെയ്ത് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് അവിടെ കയറി പാടിയല്ല, പക്ഷെ ഒരു മമ്മൂട്ടിയുടെ ഒരു സിനിമ വെച്ചിട്ട് നമുക്ക് കമ്പയറിങ് ഉണ്ടായിരുന്നു, കേരള കഫേ മൂവി വെച്ചിട്ട്. അപ്പൊ അതില് സിറ്റുവേഷൻ വെച്ചിട്ടാണ്. കാരണം അതിലിപ്പോ സഞ്ചരിക്കുമ്പോ പല സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവാന്നുള്ളൊരു രീതിയായിരുന്നു പറഞ്ഞത്. ഓക്കെ, ഞാൻ ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് ഞാൻ സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി അങ്ങനെ ചെയ്യില്ല. അതായിരുന്നു നമ്മള് പബ്ലിക്കായിട്ട് വീഡിയോ. നമ്മള് ഇതേപോലെ ട്രാൻസ്പോർട്ട് ഏരിയാസിലും നമ്മൾ പോയിട്ടില്ല. ഇപ്പൊ പബ്ലിക്കില് പിന്നെ നമുക്ക് പാർക്കിലും അവിടെയൊക്കെ പാടാനായിട്ട് ആദ്യം കുറെ പേര് കറക്റ്റ് ആയിട്ട് കമന്റിൽ പറയാനുണ്ട്, ഇങ്ങനെ നിങ്ങള് ബീച്ചിലോ പാർക്കിലോ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ അവർക്ക് അങ്ങോട്ട് നീങ്ങിരിക്കാൻ സ്പേസ് ഉണ്ടാവും. ബട്ട് ട്രാൻസ്പോർട്ടേഷൻ ആകുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടാവുന്നത്. നമ്മൾ ആക്ച്വലി ജസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ബാൻഡ് ഉദ്ദേശിച്ച് ഞങ്ങൾ പറഞ്ഞല്ലോ ഡിഫറെന്റ് പ്ലാനാണ്. അപ്പോൾ ആൾക്കാരോട് ഇറങ്ങിച്ചില്ല. ഇപ്പൊ ആൾക്കാരൊക്കെ നമ്മുടെ എല്ലാ വീഡിയോസും കുറെ പേരുടെ ആർട്ടിസ്റ്റുകളുടെ വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലാണ് കണ്ടുപോണത്, പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ. നമ്മൾ കൊച്ചിക്കാരാണ്, ഇവിടെ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവരോട് ഇറങ്ങിച്ചില്ല എന്നുള്ള പ്ലാനായിരുന്നു. ഇനി പറഞ്ഞ പോലെ കുറച്ച് നേരം അവിടെ പെർഫോം ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടാകും. അത് കുറെ പേരോട് എത്തി, കുറെ പേര് കറക്റ്റായിട്ട് കാര്യം പറഞ്ഞു, ബ്രോ ഇങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ അവൻ സോറി പറഞ്ഞത്. അതേപോലെ ആരെങ്കിലും ആ കൂട്ടത്തിൽ 1-2 പേര് അത് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടെങ്കിൽ അവരോട് സോറിയും പറഞ്ഞു നമ്മൾ അതിന് റിപ്പീറ്റ് ചെയ്തില്ല. അത്യാവശ്യം ഇഷ്ടംപോലെ ജനങ്ങൾ അതിലുണ്ടായിരിക്കും. അപ്പൊ ആരെങ്കിലും ഒരാളതിൽ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ ഇന്റർവ്യൂല് പറഞ്ഞൊരു കാര്യം, സാധാരണ വിഷമിക്കുമ്പം ഒരു പാട്ട് കേട്ടാലോ അത് അവർ പറയണത് വേറെ സിറ്റുവേഷനിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടെന്നാ. നമുക്ക് എല്ലാരോടും സോറി പറഞ്ഞു ശല്യമായി അങ്ങനത്തെ ഒരു ശല്യമായിട്ടുള്ള ഒരു അങ്ങനെയാണ് ട്രോളുകളാണെങ്കിൽ അങ്ങനെ വന്ന കാരണം മനഃപൂർവ്വം എവിടുന്ന് ആരോ പടച്ചു വിട്ട പോലെ ഉണ്ടോ? ദാറ്റ്സ് കറക്റ്റ്. കാരണം കാരണം ഞാനാണ് എന്റെ അക്കൗണ്ട്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാ. അപ്പൊ നമുക്കറിയില്ല നമ്മുടെ അക്കൗണ്ടിനെ പറ്റി വരുമ്പോ. പക്ഷെ ഇത് എവിടെ നിന്ന് വന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഇതിനു മുമ്പ് ഫസ്റ്റ് ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കത് വലിയ ഇതായിട്ട് തോന്നിയില്ല. നമ്മള് ഓക്കെ ട്രോളല്ലേ കിട്ടട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അതിന് വിട്ടു. പിന്നെ ഇത് കഴിഞ്ഞ് വന്നപ്പോ പിന്നെ ഒരു ഫുള്ളൊരു സറൗണ്ട് ആയിരുന്നു. പിന്നെ വീഡിയോ അത് കാരണം എന്താ സംഭവം എന്ന് അറിയാണ്ടേ. ഇപ്പൊ കുറെ പേരാണെങ്കിൽ അതിനെ ട്രോളിറ്റ് ചെയ്യുന്നുണ്ട്. അത് കുഴപ്പമില്ല, കാണുമ്പോ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയും. കാരണം ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിയാത്ത ആൾക്കാരുകളാണ് ഇതിനെ പറ്റി പറയുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ വരുന്നുണ്ടാവുമല്ലോ. അപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ കമന്റ് ബോക്സിൽ നിന്നിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് ആ തെറ്റ് മനസ്സിലായി, നിങ്ങളത് പറഞ്ഞു തന്നു. പക്ഷെ ആ തെറ്റ് മനസ്സിലാക്കിയെന്ന് ശരിക്കും സോഷ്യൽ മീഡിയ ഇല്ല, ഞാൻ പറയുന്നില്ല. ഞാൻ അവിടെ പോയിട്ട് ഓക്കെ ഞാൻ തെറ്റ് മനസ്സിലാക്കുന്നു, ഇനി ഞാൻ അങ്ങനെ ചെയ്യാൻ നിൽക്കില്ല. ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ അതിന് സോറി പറയാമെന്ന് ഞാൻ എല്ലായിടത്തും പറയുന്നുണ്ട്. കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇപ്പൊ ആരെങ്കിലും അവിടെ പറഞ്ഞു തരാനായിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഇഷ്യൂ വരില്ലായിരുന്നു. പക്ഷെ ഇത് അങ്ങനെ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. ചെയ്തു അതിങ്ങനത്തെ പ്രശ്നം വന്നപ്പോൾ നമ്മളത് വിട്ടു. പിന്നെ നമ്മള് പബ്ലിക് ട്രാൻസ്പോർട്ട് സിറ്റുവേഷൻ നമ്മൾ ആ പറ്റി ആലോചിച്ചിട്ടില്ല. പണ്ടോട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ പാർക്കിലും അങ്ങനെയൊക്കെ പെർഫോം ചെയ്യാറുണ്ട്. ഇപ്പൊ ക്യൂൻസിലൊക്കെ നൈറ്റിൽ പാട്ട് കേൾക്കാൻ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. സോ നമ്മൾ അവിടെ പെർഫോം ചെയ്യാറുണ്ട്. നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങൾ ചൂസ് ചെയ്തിട്ട് ഇനി ഇങ്ങനെ ഒരു ലൂപ്പോള് ഉണ്ടാവാത്തൊരു സിറ്റുവേഷൻ നോക്കിയിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നത്. നിങ്ങൾ ബാൻഡ് ലോഞ്ച് ചെയ്തല്ലോ അല്ലേ? എങ്ങനെയുണ്ട് റെസ്പോൺസ് ഒക്കെ? റെസ്പോൺസ് ഒക്കെ അടിപൊളിയാണ്. കാരണം എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കൊണ്ടുവന്ന ആ ഒരു സംഭവം ഭയങ്കര ഡിഫറെന്റ് ആണ്. കോൺസെപ്റ്റ് ഇതുവരെ വേറെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഉൾപ്പെടുത്തിയിട്ട് എല്ലാരും എല്ലാ ബാൻഡും ചെയ്യാറുണ്ട്. ഇതിപ്പോ 5 വോക്കല് പ്ലസ് 5 ഗിറ്റാർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് അത്യാവശ്യം ഇപ്പൊ നിലവിലില്ല. അങ്ങനെ വേറെ അങ്ങനെ നമുക്ക് അറിയാവുന്ന ബാൻഡോ അല്ലെ ഇപ്പം ഒടുനീളം അങ്ങനെ ഒറ്റ ബാൻഡുകളും ഇല്ല. എല്ലാ ഇൻഫ്ലുവൻസ് ഉൾപ്പെടെയുള്ള ബാൻഡുകളും അവർക്കാണെങ്കിലും പെർക്കഷൻ ഉണ്ട്, അതായത് ഋതമുണ്ട്, മെലോഡിക്ക ഉണ്ട്, അങ്ങനെ പല ഇൻഫ്ലുവൻസ് ഉണ്ട്. നമുക്ക് വരുമ്പോഴത്തേക്ക് 5 ഗിറ്റാറാണ്. നമുക്ക് ഋതം പോകുന്നതും ഗിറ്റാറയിലാണ്, ലീഡ് പോകുന്നതും ഗിറ്റാറയിലാണ്, ഹാർമണൈസ് ചെയ്ത് പല പല അങ്ങനെയാണെങ്കിലേ നിങ്ങളുടെ ഹൈലൈറ്റ് പാട്ടിലങ്ങ് തുടങ്ങിയാലോ? ഞങ്ങള് മെട്രോയിൽ പാടിയ സോങ് പാടാം. എല്ലായിടത്തും പാടേണ്ടത്.
ആകാശമേ സൂര്യോദയം എന്നുയിരേ എന്നരികെ എൻ മനമോ എൻ മനമായി പ്രണയമീ വഴിയിൽ പൂവണിയും നീനാ. അടിപൊളി. ഭയങ്കര ഫീൽ ആട്ടോ നിങ്ങൾ പാടുന്ന പാട്ട്. ഈ ഇത് അങ്ങനെയാണ് ഞങ്ങളവിടെ പാടിയിട്ടുണ്ടായത്. നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട് എങ്ങനെ നിങ്ങൾ കണ്ടുമുട്ടിയത്? ഞങ്ങളെല്ലാരും നിങ്ങളെല്ലാരും പാട്ടുകാരാണെന്ന് എനിക്ക് മനസ്സിലായി. സ്ട്രീറ്റ് ബസ്കിങ് കൂടി തന്നെ ബസ് ചെയ്ത് കണക്ട് ചെയ്ത് പാടിയതാണ്. ഓ ശരി. അപ്പൊ എന്താ പറയാ, ഇപ്പൊ എന്റെ ഒരു ഇതില് ഈ ടീം ക്രിയേറ്റ് ചെയ്തപ്പോ എന്റെ ഫേവറേറ്റ് 4 സിംഗേഴ്സ് ആണ് എല്ലാരും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിംഗേഴ്സാ 4 പേരും. അതായത് ഞാൻ കേട്ടേല് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത്. അപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ ഇവരെ കൺഫേം ആക്കിയാലോ. അങ്ങനെ നമ്മൾ പക്ഷെ നേരിട്ട് കാണുമ്പോ ഇതിനു മുമ്പ് അതിനുള്ള കണക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അറിയാം. കാരണം നമ്മള് ഇപ്പം ഓരോ പബ്ലിക് പറയും ക്യൂൻസ് അങ്ങനെയുള്ള നമുക്ക് കുറെ സ്പോട്ട് ഉണ്ടായിരുന്നു നേരത്തെ. നമ്മൾ അവിടെ ഇങ്ങനെ ജാം ചെയ്തോണ്ടിരിക്കുമ്പോൾ വരും ഇപ്പം ഇവനാണെങ്കിലും പ്രണവാണെങ്കിലും ഓരോരുത്തർ വരും. നമ്മൾ ആരെയും ഒഴിവാക്കും. നമ്മളിപ്പോ എല്ലാരെയും ഒന്നിച്ച് അങ്ങനെയാണ് അവിടെ മ്യൂസിക് കാര്യങ്ങൾ അങ്ങനെ പരിചയപ്പെട്ടാണ്. ഏകദേശം ഒരു ഇപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 6-7 മാസം അവനുമായിട്ടും ഇപ്പൊ 1 വർഷം ഒരുത്തനുണ്ട്. ഞാനും അവനുമായിട്ട് 3 വർഷമായിട്ട് കമ്പനിയാണ്. രാഹുല് പറഞ്ഞായിരുന്നു കാരണം ഞാനും രാഹുലുമായിട്ട് 3 വർഷം ഞങ്ങൾ ഈ ബസ്കിംഗ് എന്നുള്ള രീതിയിൽ ആദ്യം തൊട്ടേ അങ്ങനെ അങ്ങനെയാണ് ഓരോരുത്തരെയും ഓരോ ഇതിൽ കൂടെ പഠിച്ചത്. അപ്പൊ ഇവന് ഒരു ആശയം പറഞ്ഞു ഓക്കെ ആടാ എനിക്ക് ഓക്കെ ആണ്. അപ്പൊ അതേപോലെ അമ്മരോട് ചോദിച്ചപ്പോ ഓക്കെ ആണ്, നല്ലൊരു ആശയമാണ്, അധികാരം ചോദിച്ചിട്ടും ഇല്ല, അങ്ങനെ ഒരു തീം വേറെ ആരെയും കണ്ടിട്ടും ഇല്ല. അപ്പൊ പറഞ്ഞു ഓക്കെ അങ്ങ് ചെയ്യാൻ. അങ്ങനെ ഇറങ്ങി തിരിച്ചാണ് ഫസ്റ്റ് തന്നെ ഒറ്റ പോക്കുമ്പോഴും നമ്മൾ ആ എക്സ്റ്റെന്റിലോട്ട് ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ആകെ ആൾക്കാരോട് ഇറങ്ങിച്ചില്ല കുറെ മ്യൂസിക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ വിചാരിച്ചുള്ളൂ. ഈ ട്രാൻസ്പോർട്ടേഷന് പോകുമ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടാവുന്ന എക്സ്റ്റെന്റിലോട്ട് നമ്മൾ ആലോചിച്ചില്ല. അത് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്, അത് നമ്മൾ തിരുത്തുകയും ചെയ്തു. അതെ. നിങ്ങള് തൊപ്പിയിലേക്ക് എങ്ങനെ എത്തി? സാധാരണ നമ്മൾ തൊപ്പിയുടെ എപ്പോഴും തൊപ്പി ഈ ഇടയ്ക്ക് നല്ല എയറിലായിരുന്നു, ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. പെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു സംസാരമുണ്ട്. പക്ഷെ വളരെ ജെന്യൂൻ ആയിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടിരുത്തി രാത്രി 2 മണിക്ക് ലൈവ് വന്നു നിങ്ങളുടെ ഒപ്പം. അപ്പൊ ഈ തൊപ്പിയുടെ അടുക്കിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തുന്നത്? അത് ശരിക്കും എനിക്ക് കോണ്ടാക്ട് ഉണ്ട്. ഞാൻ ഇതിന് മുമ്പ് ആദ്യം ലൈവിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അന്ന് പോകാൻ പറ്റിയില്ല. പിന്നെ 2ാമത്തെ വട്ടം ഇങ്ങനെ വന്ന് പിന്നെ അവിടുന്ന് നമുക്ക് വേറെ ആൾക്കാരാണ് ഡീൽ ചെയ്യുക, അവരുടെ ടീമിൽ തന്നെ വേറെ ആൾക്കാരെ ഡീൽ ചെയ്യാം. അപ്പോൾ ഓക്കെ ഇങ്ങനെ ചാൻസ് വന്നപ്പോൾ ഓക്കെ എല്ലാ ടീമിനും പർദേശി വൈ എന്നുള്ള ടീമിനെ നമുക്ക് കൊണ്ടുപോകാന്നുള്ളൊരു മൈൻഡായി. പിന്നെ അവിടെ എത്തിയപ്പോ സത്യം പറയാലോ നല്ല സപ്പോർട്ടുള്ള മനുഷ്യനാട്ടാ. കാരണം ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും നമുക്ക് ഇഷ്ടമൊക്കെയാണ്, ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷെ അവിടെ എത്തിയപ്പോ ആള് തന്ന സപ്പോർട്ടും അതൊരു എക്സ്പീരിയൻസ്. സത്യം ഞങ്ങൾ ഈ ലൈവില് കാണുന്ന പോലെ ഇല്ല. അത് എടുത്തു പറയണ മിക്കവരാണെങ്കിലും നല്ല ക്യാരക്ടറാണ്, നല്ല സ്നേഹമാണ് അവരെല്ലാവർക്കും. നമുക്കിപ്പം പുറത്തു നോക്കുമ്പോൾ അവർ ഓരോ ക്യാരക്ടർ വൈസ് ആണ് ഓരോ ലൈവിലും ചെയ്യുന്നത്. ചിലവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരത്തില്ല, അങ്ങനെ മൈൻഡ്. പക്ഷെ നമ്മൾ ആ ഒരു വീട്ടിലോട്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ അവരുടെ അത്രയും പേരുണ്ട് തൊപ്പിയുടെ ആ ഫുൾ MRC ആ ടീം ഫുള്ള്. കാരണം നമുക്ക് തരുന്ന സപ്പോർട്ടും അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എത്ര ആരാധകരുണ്ട് നിങ്ങൾക്ക്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തിരിഞ്ഞു പറഞ്ഞു. ചിലപ്പോ കൂടും, ചിലപ്പം ചീത്ത വിളിക്കും എന്നുള്ളതാണ്. കൂടും പിന്നെ ചീത്തവിളി ഫോണിൽ കൂടിയാണ് കേട്ടോ. അല്ല അല്ല കമന്റ്സിലും അങ്ങനെയൊക്കെ. ഒരിക്കലും നേരിട്ട് ഒരു സ്ഥലത്ത് കാരണം നമ്മൾ നേരിട്ട് എല്ലാവരും എന്നാലും മെൻഷൻ ചെയ്യേണ്ട ആൾക്കാര് ഇനി ഞങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ കുറെ പേര് പറയുന്നുണ്ട് അത് അവർ എക്സ്പ്രസ് ചെയ്യത്തില്ല, ചിലപ്പോൾ പ്രശ്നം പുറത്ത് കാണിക്കൂല. സോ അതിനുവേണ്ടിയാണ് നമ്മൾ ആ മെട്രോയിൽ ചെയ്തത് നമ്മൾ സോറി പറഞ്ഞത്. വേറെ സ്പേസ് ആണെങ്കിൽ പറഞ്ഞ പോലെ ആൾക്കാർക്ക് മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. മെട്രോ ഇതേപോലെ പറയാൻ പറ്റാണ്ട് ഇങ്ങനെ അടക്കി പിടിച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നമ്മള് സോറി പറഞ്ഞു. ഇപ്പോഴും പറയുന്നത് അതെ അതെ അവരോട് പറയാം. ഒരു പാട്ടിലൂടെ നമുക്കൊരു സോറി പറഞ്ഞാലോ അങ്ങനെങ്കിലും. അതെ ശരിക്കും ഫേസ് ചെയ്തവർക്കാണ് കേട്ടോ, ഒരിക്കലും തെറി പറയണവർക്കല്ല, ഇത് ഫേസ് ചെയ്തവർക്ക്. ഇങ്ങനത്തെ ഇഷ്യൂസ് ഒരു പാട്ടില്ലേ സോറി, ഒരു 100,000 സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു സോഫ്റ്റ് ആയിട്ട് സോങ് പാടാം. അതെല്ലാവർക്കും വേണ്ടിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സോറി ആയിട്ട് സോറി മറ്റേ ഇത് കാലാണെങ്കിൽ ഇത് കാല് പിടിക്കുന്നതായിട്ട് കരുതണം എന്നുള്ളത്. സപ്പോർട്ട് ചെയ്തവർക്കും കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയവർക്കും ഇത് ശരിക്കും ഫേസ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഒരു പാട്ട്.
ഒരു കാറ്റ് നീന്തി വന്നെങ്കിൽ പെയ്തു നിൽക്കുന്നേ മഴമയ പീലി നീരും പ്രിയ സ്വപ്നമേ പല വഴിമരങ്ങളാൽ നിലവുക നിൽക്കെ ഒരു സണിയുന്ന നിലാവേ നിൻ പദതാളം പൊഴിയുന്ന വനവീതിയാ വീരപ്പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മോഹം ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവയിലായി മേഘമായി താഴ്വരയിൽ താളമായി ആത്മാവിൽ നെഞ്ചിലാൽ മൺചിലാൽ നാളം പോലെ നാളും ഈ സോങ്ങിൽ എല്ലാരും തൃപ്തിപ്പെടും. ഒരു മഴ പെയ്ത് തുറന്ന പോലെ ഇതോടുകൂടി എല്ലാം അവസാനിക്കട്ടെ എന്നുള്ളതാണ്. നമ്മളൊരു സോങ് പാടുമ്പോ ഒരാളുടെ മുഖത്തോട്ട് നോക്കി നമുക്കറിയാം ആ സോങ് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ്, അവർക്ക് ഞങ്ങളുടെ ഓരോരുത്തരും മുഖത്ത് നോക്കും നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ. എല്ലാരും നമ്മൾ നോക്കും, എല്ലാരും പാട്ട് പക്ഷെ ആസ്വദിക്കും. നമുക്ക് അതാണ് കൂടുതൽ കോൺഫിഡൻസ് തന്നെ ഒരു സംഭവം. ഇപ്പൊ ഒരു പാട്ട് ഇപ്പം ഞാൻ അല്ലെങ്കിൽ എന്റെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ പാട്ട് പാടി കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്ന ആൾക്ക് ആ ഒരു സന്തോഷം, ആ ഒരാളുടെ മുഖത്ത് വല്ല എക്സ്പ്രഷനും കാര്യങ്ങളും അത് നമുക്ക് പാടുന്നത് നമുക്ക് ഭയങ്കര അച്ചീവ്മെന്റ് എന്നുള്ള രീതിയാണ്. അടുത്തൊക്കെ ഇരുന്ന് ശരിക്കും കരയണതൊക്കെ വരെ കാണാൻ പറ്റും. ഞാൻ പല ആൾക്കാരും എന്റെ ഒത്തിരി അതെ ഫീൽ ആയിട്ട് പറയും ഇങ്ങനെ അവരുടെ ലൈഫിൽ ഇങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് ഓരോരുത്തർക്കും പേഴ്സണലി ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അവനെ ഒരു ലെറ്റർ ഒരാളിങ്ങനെ താങ്ക് യു ലെറ്റർ ഒരു സാധനം എഴുതി കൊടുത്തു ഗ്യാങ് എന്ന് പറയും. കാരണം ഞങ്ങളെല്ലാം കൂടെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞങ്ങളിങ്ങനെ പെർഫോം, അതായത് ജാമിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ആരാന്ന് പോലും എനിക്കറിയത്തില്ല, ഒരാൾ വന്ന് പെട്ടെന്ന് തന്നെ തട്ടിയിട്ട് ഒരു പേപ്പർ എനിക്ക് എന്നെ ബാഗ് കിടപ്പുണ്ട് എന്റെ കൈ തന്നിട്ട്, ഞാൻ അപ്പം വായിക്കാൻ പറ്റില്ല കാരണം നമ്മൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്റെ കയ്യിലുണ്ട്, എന്റെ ഗിറ്റാർ കുറിച്ചാണ് ടു ദി ഗ്യാങ് എന്ന് പറഞ്ഞ് എന്റെ റൂമിലാണോ ഇല്ല, അത് അവിടെ റൂമിലാ, അത് റൂമില, അത് അല്ലല്ല ടു ദി ഗ്യാങ്. ഞാൻ വായിക്കണോ? ഞാൻ വായിക്കുന്നതിന് അത്ര ഫീൽ ചെറിയൊരു രണ്ട് ലൈൻസ് അത് ഇപ്പോഴും എടുത്തു വെച്ചേക്കാ. അതെ, ഇത് തന്നാളുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ട്. കാരണം ആള് നമുക്ക് കൊണ്ട് തന്നു, ഒന്നും പറഞ്ഞില്ല, ഇത് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് തരാൻ പറ്റുന്ന ഒരു ഇതാന്ന് പറഞ്ഞ് പുള്ളി സംസാരിച്ചിട്ട് പോയപ്പോ എനിക്കിപ്പോ പുള്ളിയുടെ മോഹഭാവം പോലും ഓർമ്മയില്ല ആരാന്ന്. ഞാൻ വായിക്കണോ? നിങ്ങൾ നിങ്ങളെ ഫീലിൽ വായിച്ചു? ഇല്ല, അങ്ങനെ ഫീലിൽ വായിച്ചോ നോക്കട്ടെ, നല്ല പ്രണവ് വായിച്ചോടാ. നിങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ ഒരു ഫീൽ, ഞാനിത് ജസ്റ്റ് വായിച്ചു പോകത്തേ ഉള്ളൂ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒരാൾ വന്നിട്ട് ഇങ്ങനെ പുള്ളി ഇങ്ങനെയാണ്, ഒന്നും പറഞ്ഞില്ല, ഈ സാധനം തന്നു ബ്രോ എനിക്ക് പറയാനുള്ള എല്ലാം അതിന്റെ തൊണ്ടെന്ന് വന്ന് പുള്ളി ശരി ബാഗ് വന്നിട്ട് ബൈക്കിന്റെ ബാക്കിൽ കയറി പുള്ളി ഒരു പോക്കും. For if and when you all ever get to thinking this ain't making a difference, this should be inspiring. Thank you all sincerely. അത്ര പറ്റുള്ളൂ. പക്ഷെ അത് മതിയല്ലോ. പൊതുശല്യം നമ്മളിപ്പം പറഞ്ഞു കഴിഞ്ഞാല് എനിക്കും ഞാൻ പൊതുശല്യമാണോ, ഇപ്പം ഞങ്ങളിപ്പോ ഓരോരുത്തരും പൊതുശല്യമാണോ അല്ലയോ എന്നുള്ള ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം മറുപടി എന്നല്ല, എനിക്ക് ആശ്വസിക്കാൻ പറ്റും ഞാനൊരു പൊതുശല്യമാണോ അല്ലെങ്കിൽ ഞങ്ങളൊരു പൊതുശല്യമാണോ അല്ലയോ എന്ന്. അതെ, ഇപ്പൊ തന്നെ ഈ സിറ്റുവേഷൻ തന്നെ ഇപ്പൊ ഒരാളോട് ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളോട് ഇപ്പൊ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഒരു മൈൻഡ് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഈ പാട്ടൊന്നും ഒരിക്കലും അരോചകമല്ല. കുറെ കമന്റ്സ് അങ്ങനെ കണ്ട് തികച്ചും അരോചകമാണ് ആൾക്കാർക്ക്. പിന്നെ ഞാൻ വീഡിയോസിൽ ഞാൻ കണ്ടായിരുന്നു ശരിക്കും ഇങ്ങനെ ഇപ്പൊ ട്രെയിനിലൊക്കെ പോയിട്ട് വലിയ സ്പീക്കറായിട്ടൊക്കെ പോയിട്ട് പ്രശ്നം അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. സോ ആൾക്കാർക്ക് അറിയില്ലല്ലോ ഞങ്ങൾ 3 മിനിറ്റ് പെർഫോം ചെയ്യണതും നേരിട്ട് ഇത് ഇങ്ങനെയാണ് കേൾക്കാനുള്ളതെന്നും നമ്മൾ ആരും ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കാറില്ല എന്നും ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ കാണുന്നവർക്ക് ഉറപ്പായും തെറ്റിദ്ധരിക്കും. ഒരു സ്ഥലത്തുനിന്ന് തുടങ്ങുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അത് ഒരാൾ ഇട്ട് കൊടുക്കും,
പിന്നെ അത് ഏറ്റുപിടിച്ച ആൾക്കാർ പോകും എന്നുള്ളതാണ്. അത് ട്രെൻഡ് ആയില്ല, ഒരു ടോപ്പിക് ട്രെൻഡ് ആയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റേ ബിഗ് ബോസിന്റെ ടോപ്പിക് വന്നു, അപ്പൊ എല്ലാരും അതിന്റെ അടുത്തോട്ട്. പിന്നെ ഗൗരിയിലേക്ക് പോയി, ഫ്ലവേഴ്സിലെ ജഡ്ജ് മറ്റേ അല്ല ഹനാൻഷയുടെ അനിയന്റെ ഒരു ടോപ്പിക്. എനിക്കൊന്ന് പാട്ടുകാർക്ക് മൊത്തം കഷ്ടാലാണ് ഈ സമയത്ത്. ഒരു സൈഡിലാലോചിക്കുമ്പോ ലൈക്ക് ഈ നെഗറ്റീവ് നമ്മള് കാര്യം പറയണവരോടല്ല, ലൈക്ക് കറക്റ്റ് ആയിട്ട് തെറ്റ് പറഞ്ഞവരോടല്ല, ഈ ചീത്തായിട്ട് പറഞ്ഞ തെറി പറയണ അങ്ങനത്തെ ആൾക്കാരെ മാറ്റി എത്തി കഴിഞ്ഞാൽ ഗുണമുണ്ടായിട്ടുള്ളൂ. ഞങ്ങളൊരു പാവ സിംഗേഴ്സ്. അതെ, ഒരാൾ എന്നോട് ചോദിച്ചാണ്, എടാ നിനക്ക് എന്ത് തിരിച്ച്, ഇപ്പൊ ഞാൻ ഇത് തിരിച്ചെന്തേലും പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു സംസാരം. കാരണം എനിക്കിത് ഞങ്ങൾക്ക് മനസ്സിലായി, നമ്മൾ അതിനുള്ള റിപ്ലൈ നമ്മൾ വീഡിയോ രീതിയിൽ കൊടുത്തു. മാപ്പ് വേണ്ടവർക്ക് നമ്മൾ മാപ്പും തീർന്നു, കൈയടിച്ച് പാസ്സാക്കാം. ഇപ്പം എനി പബ്ലിസിറ്റി എന്ന് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു നെഗാണ് കിട്ടിയത്, എപ്പോഴെങ്കിലും ഇതിനെ യൂസ് ചെയ്താലോ എന്ന് ചിന്തിച്ചോ? അങ്ങനെ നെഗിനെ യൂസ് ചെയ്യാൻ നമുക്ക് തോന്നിയിട്ടില്ല. കാരണം ഇപ്പൊ ഞാൻ തെറ്റ് പറഞ്ഞല്ലോ, കാരണം അങ്ങനെ വന്നപ്പോൾ നമുക്ക് തെറ്റ് മനസ്സിലായിരുന്നു. പക്ഷെ അതിന് നമ്മൾ ഡൗൺ ആക്കിയിട്ട് ഓക്കെ ഇനി നമ്മൾ പാട്ടെന്നുള്ളൊരു സംഭവം വേണ്ട, നമുക്ക് നമ്മുടെ കാര്യം നോക്കി നടക്കാം, അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടില്ല. പക്ഷെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് ആൾക്കാരെ ഹാപ്പിനെസ്സിലോട്ട് എത്തിക്കുന്ന ഒരു രീതിയിലേക്കായിരിക്കും വീഡിയോ. നെഗറ്റീവിനെ മാറ്റം നിർത്തി പോസിറ്റീവ് മാത്രം എടുത്തിട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ അതിപ്പോ വേണമെങ്കിൽ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് ഇതിനെക്കാട്ടി ഇനി റീച്ച് ആയിരിക്കും. കാരണം നെഗറ്റീവ് ഇത് കൂടിയിട്ട് പിന്നെ അത് ആൾക്കാർ നെഗറ്റീവിനെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഒരിക്കലും അത് നമുക്കത് അതെ നമുക്കൊരു കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. ആ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ പേർക്ക് അത് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുള്ള നമ്മളാ ശരിക്കും ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളൊരു സംഭവത്തിനെ അവിടെ ഒരു ഇത് ചെയ്യാണ്. കാരണം നമ്മളിത് ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ഒരു സംഭവം. എന്നെ ഇപ്പം ഞങ്ങളെ പോലെ ഒത്തിരി പേര് ഇതുപോലെ ഈ ബസ്കിങ്ങും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതുമൂലം ചിലപ്പോൾ ഞങ്ങൾ ഇനി പിന്നെ ഇത് തന്നെ കാണിച്ച് അവർക്ക് ഒരു ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ അത് നമുക്ക് കേസിലേക്കൊക്കെ പോകും. അല്ല, കേസിന്റെ മാത്രമല്ല, ഇനി പിന്നെ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നെ ഇല്ലെന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ഇപ്പൊ ഇനി വരാനുള്ളത് ഇപ്പം കറന്റ്ലി ഇപ്പം ഒരു ബേസ് നിൽക്കുന്ന ആൾക്കാർ അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ട്, കാരണം നമ്മൾ കാരണമാണല്ലോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്. പക്ഷെ അതുമല്ല, ഇതും വെച്ചിട്ട് ഈ സിംഗേഴ്സ് തന്നെ പിടിച്ചു കൊളുത്തുന്നുണ്ട്. സത്യം കാരണം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കണത്, ഇപ്പൊ ഞാനാണെങ്കിലും കമന്റ് ബോക്സ് നോക്കിയപ്പോ സിംഗേഴ്സ് അത്യാവശ്യം സിംഗേഴ്സ് ഒക്കെ വന്നിട്ട് കമന്റ് കൊടുത്തിട്ടുണ്ട് പോസിറ്റീവായിട്ട്. ഞാൻ അതിൽ കമന്റിൽ എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു. കാരണം എന്താ പറയാ, ശരിക്കും നമുക്ക് അങ്ങനെ ഒരു എന്തായാലും എല്ലാവരും ഒരു കാറ്റഗറിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഫേമസ് ആയിട്ടുള്ള സിംഗേഴ്സ് ഫേമസ് ആയിട്ടൊന്നല്ല, നമുക്ക് അറിയണ ചുറ്റുപാടുള്ള കുറച്ച് സിംഗേഴ്സ് ഒക്കെ ഉണ്ടാവില്ല ഇൻസ്റ്റയിൽ കാണുന്നത്. ഞങ്ങൾ ആരും പഠിച്ചിട്ട് ഇപ്പൊ ഞാനും ഇപ്പൊ ഇവനും ഞങ്ങൾ ആരും ഗിറ്റാർ പഠിച്ചിട്ടോ ഇപ്പൊ ഞാൻ തന്നെ പഠിച്ചിട്ടില്ല, പാട്ട് പഠിച്ചിട്ടില്ല, ഞാൻ കണ്ടുപിടിച്ചതിന് വേണ്ടിട്ട് വന്ന് അങ്ങനെ പഠിച്ചെടുത്തത്. അങ്ങനെ പഠിച്ചാണ്. ഇപ്പം സോങ്സ് ആണെങ്കിലും ഞങ്ങൾ ഇതുവരെയായിട്ടും പഠിച്ചിട്ടില്ല. ഇപ്പം ഇപ്പൊ ഇതിൽ ഇപ്പൊ പഠിച്ചവർ ഒത്തിരി പേരുണ്ട്. ഇപ്പൊ ഈ ഒരു മ്യൂസിക് എന്താണ് പ്രൊഡക്ഷൻ കാരണം പഠിക്കുന്നവരുണ്ട്. അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ എല്ലാരും നമ്മളിപ്പോ ആർട്ടിസ്റ്റ്, എന്റെ ഇതിൽ ആർട്ടിസ്റ്റിന് ഈഗോ പാടില്ല എന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ പാടില്ല. പക്ഷെ അങ്ങനെയും കാണും, കുറെ പേര് അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് അവരൊന്നും പറയാൻ പറ്റത്തില്ല. ഈ സന്തോഷം, ഈ ഫ്രണ്ട്ഷിപ്പ് ഇത് ഇങ്ങനെ തന്നെ നിലനിന്ന് പോട്ടെ, ഒരുപാട് ആൾക്കാരെ എൻജോയ് ചെയ്യിപ്പിക്കാൻ പറ്റട്ടെ. ഓക്കെ.
സോ മച്ച്. താങ്ക് യു. ഒരുപാട് നന്ദി. താങ്ക് യു.